2 വർഷം മുമ്പ് അഡ്ലെയ്ഡിൽ ഇംഗ്ലണ്ടിനോടേറ്റ 10 വിക്കറ്റിന്റെ തോൽവിയുടെ കണക്ക് വീട്ടി ഇന്ത്യ T20 വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ സെമിയിൽ ജോസ് ബട്ട്ലർ, അലക്സ് ഹെയിൽസ് കൂട്ടുകെട്ടിന് മുന്നിൽ തലതാഴ്ത്തി മടങ്ങേണ്ടി വന്ന ഇന്ത്യൻ സംഘം ഇത്തവണത്തെ സെമിയിൽ ഇംഗ്ലണ്ടിനെ 68 റൺസിന് തകർത്താണ് ഫൈനലിൽ പ്രവേശനം നേടിയത്. ഇനി ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. അങ്ങനെ തന്നെയാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത്. ബാറ്റിംഗ്, ബൗളിംഗ്, ഫീൽഡിംഗ് മേഖലകളിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയായിരുന്നു ഇന്ത്യയുടെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും ഇന്നിംഗ്സ് മികവിൽ 7-ന് 171 റൺസ് ഇന്ത്യ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ 17-ാം ഓവറിൽ 2 ബോളുകൾ ബാക്കിയാക്കിക്കൊണ്ട് 103 റൺസിന് എറിഞ്ഞിട്ടാണ് ഫൈനലിൽ പ്രവേശിച്ചത്. 3 വിക്കറ്റ് വീതം നേടിയ അക്സർ പട്ടേലും കുൽദീപ് യാദവും അതുപോലെ 2 വിക്കറ്റ് നേടിയ ബുംറയുമാണ് ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടത്. ഫൈനലിലെത്താൻ 172 റൺസ് ലക്ഷ്യമിട്ടിറങ്ങിയ ഇംഗ്ലണ്ടിനായി ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ 15 പന്തിൽ നിന്ന് 4 ബൗണ്ടറി അടക്കം 23 റൺസോടെ മികച്ച തുടക്കമിട്ടിരുന്നു. എന്നാൽ 4-ാം ഓവറിൽ അക്സർ പട്ടേലിനെ കൊണ്ടുവന്ന രോഹിത് ശർമ്മയുടെ നീക്കം ഫലപ്രദമായി. അക്സറിന്റെ ആദ്യ പന്തിൽ തന്നെ ബട്ട്ലർ പുറത്ത്. പിന്നീട് വിക്കറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു. 5 റൺസിൽ ഫിൽസാൾട്ടും ഡെക്കിൽ ജോണി ബെയർസ്റ്റോയും, 8 റൺസുമായി മോയിൻ അലിയും, 2 റൺസുമായി സാം കറാനും സ്കോർ ബോർഡിൽ 50 തികയും മുമ്പ് തന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചെത്തി. പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ഹാരി ബ്രൂക്കിനെ പുറത്താക്കി കുൽദീപ് ഇംഗ്ലണ്ടിന്റെ ആ പ്രതീക്ഷയും അവസാനിപ്പിച്ചു. 19 പന്തിൽ 25 റൺസ് എടുത്ത ബ്രൂക്കാണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 171 റൺസ് എടുത്തത്. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യയെ തുണച്ചത്. മഴയും പിച്ചിലെ ഈർപ്പവുമെല്ലാം ഇന്ത്യയുടെ ബാറ്റിംഗ് ബുദ്ധിമുട്ടിലാക്കി. മഴയ്ക്ക് ശേഷം പിച്ചിലെ വേഗക്കുറവ് മുതലെടുക്കാൻ സ്പിന്നർമാരെ ഉപയോഗിച്ച ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറുടെ തന്ത്രവും ഫലം കണ്ടു. 39 പന്തിൽ നിന്ന് 2 സിക്സും 6 ഫോറും അടക്കം 57 റൺസ് എടുത്ത രോഹിതാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 36 പന്തുകൾ നേരിട്ട സൂര്യകുമാർ 2 സിക്സും 4 ഫോറും അടക്കം 47 റൺസ് എടുത്ത് പുറത്തായി. ഇരുവരും ചേർന്ന് 3-ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്ത 73 റൺസ് കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് തുണയായത്. എന്നാൽ 14-ാം ഓവറിൽ രോഹിത്തിന് പിന്നാലെ 16-ാം ഓവറിൽ സൂര്യയും അടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി. പിന്നാലെ 13 പന്തിൽ 23 റൺസ് എടുത്ത ഹർദിക് പാണ്ഡ്യ സ്കോർ ഉയർത്താനുള്ള ശ്രമത്തിനിടെ പുറത്താവുകയായിരുന്നു. പിന്നാലെ വന്ന് നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായ ശിവൻ ദുബെ വീണ്ടും പരാജയമായി. രവീന്ദ്ര ജഡേജ 9 പന്തിൽ 17 റൺസുമായി പുറത്താകാതെ നിന്നു. അക്സർ പട്ടേൽ 10 റൺസും എടുത്തു. ഇംഗ്ലണ്ടിനെതിരെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെറിയ ഇന്ത്യയുടെ തുടക്കം മോശമായിരുന്നു. 3-ാം ഓവറിൽ തന്നെ ഓപ്പണർ വിരാട് കോഹ്ലിയെ 9 റൺസിന് പിടിക്കപ്പെട്ടു. പിന്നാലെ 4 റൺസുമായി ഋഷഭ് പന്തിനെയും കൂടാരം കയറ്റി. പിന്നീട് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ചേർന്നായിരുന്നു മികച്ച കൂട്ടുകെട്ട് ഇന്ത്യക്ക് വേണ്ടി പടുത്തുയർത്തിയത്. അങ്ങനെ ഇത്തവണ ഇന്ത്യ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തന്നെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ്. ഇനി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിജയം സ്വന്തമാക്കി കിരീടം നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുക.